ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി ജംഗ്ഷൻ അടുത്തായിട്ടാണ്. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 650 മീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. മെയിൻ റോഡിന് ഉദ്ദേശിച്ചത് ബസ് റൂട്ടാണ്. അവിടെ നിന്നും വെറും 650 മീറ്റർ ആണ് ദൂരം വരുന്നത്. 4 സെന്റും കുറച്ച് ലാൻഡ് അളവ് കൂടുതലുണ്ട്. 4 സെന്റിൽ ഒരു പൊടിക്ക് കൂടെ അളവ് കൂടിയിട്ടാണ് ഇതിന്റെ ലാൻഡ് വരുന്നത്. 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളോട് കൂടിയിട്ട് നല്ലൊരു റേറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 8 വില്ലകൾ വരുന്ന വില്ല പ്രൊജക്ടിനകത്തുള്ള ഒരു വീടാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന വഴി നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നല്ല വീതിയുള്ള വഴിയാണ്. ഇതിന്റെ ഓൾറെഡി നിങ്ങൾ കണ്ടതാണ്, എലിവേഷൻ കാര്യങ്ങളൊക്കെ കണ്ടതാണെങ്കിൽ ഒന്നും കൂടെ കാണുമ്പോഴേക്കും ഞാൻ തൊട്ടടുത്തേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന നമുക്ക് അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളുടെ ഡിസ്റ്റൻസ് ഒന്ന് പറഞ്ഞുതരാം. കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ 13 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ലുലു മാളിന്റെ ഭാഗത്തേക്ക് 16 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് ഈസി ആയിട്ട് എത്താം വെറും 17 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. സ്കൂളുകൾ, ഹോസ്പിറ്റലുകളൊക്കെ നോക്കുവാണെങ്കിൽ വെറും 5 മിനിറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എത്താവുന്ന ദൂരത്തിലാണ് സ്കൂളുകൾ, ഹോസ്പിറ്റലുകളും എല്ലാം മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ആരാധനാലയങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് കണ്ടു. നമുക്കിനി മതിൽ നോക്കാം. വൈറ്റ് കളറാണ് മതിലിന് പെയിന്റ് കൊടുത്തിരിക്കുന്നത്. ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ജാളി ഡിസൈൻ ആണ് വരുന്നത്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് 2 ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് നിങ്ങൾക്ക് ഓൾറെഡി കാണാം, സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനിലും ലേസർ കട്ട് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു പോർഷൻ വന്നിട്ട് ഗേറ്റിന്റെ നമുക്കൊരു ജസ്റ്റ് ഫോൾഡ് ചെയ്യാവുന്ന മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ കണ്ടതാണ്. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്രിക്ക് മോഡലുള്ള ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. താഴെയൊക്കെ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡും ഗ്രീനും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളെല്ലാം ചെറിയൊരു ബ്രൗൺ കളർ പെയിന്റ് വരുന്നുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് സ്പോട്ട് ലൈറ്റുകളും LED ലൈറ്റുകളും ഒക്കെ ഇട്ട് ഭംഗിയായ മോഡൽ. ബോക്സ് ഷേപ്പ് ആണെങ്കിൽ പോലും ഏറ്റവും മുകളിൽ റൂഫിൽ ഒരു ചെറിയ A ഷേപ്പ് കൂടി വരുന്നുണ്ട്. രണ്ടും കൂടെ മിക്സ്ഡ് ആയൊരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ നമുക്ക് മെയിൻ ഗേറ്റ് തുറന്നിട്ട് അകത്തേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് കാർ പോർച്ച് കാണാൻ പറ്റുന്നുണ്ട്. കാർ പോർച്ചിന്റെ പില്ലർ കാണാം. കാർ പോർച്ചും നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു സിറ്റ് ഔട്ടിന്റെ പില്ലറും കൂടെ സെയിം തന്നെയാണ്. ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കാർ പോർച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ കവേർഡ് ആയിട്ടുള്ള റൂഫിന്റെ അണ്ടറിൽ നമുക്ക് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പൊ 2 കാറുകൾ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കിത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഈ ഒരു പില്ലർ വെച്ചിട്ടാണ് 2 കാറുകൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഡിവിഷൻ വരുന്നത്. അതിനകത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലെങ്ത് വന്നിട്ട് 16 അടിയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. 16 ഫീറ്റ് നീളവും 8 അടി വിട്ടുമാണ് കിട്ടുന്നത്. 8 ഫീറ്റ് ആണ് ഇതിന്റെ വിട്ട് വരുന്നത്. രണ്ടും സെയിം തന്നെയാണ്. നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് കവേർഡ് ആയിട്ടുള്ള പോർച്ചിന്റെ അണ്ടറിൽ കിട്ടുന്നുണ്ട്. കാർ പോർച്ചിന്റെ മുകളിലൊക്കെ നോക്കിയാൽ കാണാം ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. കുറച്ച് ഭംഗിയുള്ള GA പൈപ്പിന്റെ വർക്കുകളും വരുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് കൂടി കവർ ചെയ്താണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചെറിയ പോർഷൻ വന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ കാർ കിടക്കുന്ന ഭാഗവും പോളി കാർബൺ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ട് ഈ ഭാഗത്തൊക്കെ GA പൈപ്പിന്റെ നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാവുന്ന ഈ ഒരു സ്പേസിലൂടെ വീടിന്റെ ബാക്കിലേക്ക് ഒന്ന് പോയി നോക്കാം. ബാക്കിലേക്ക് പോകുന്നതോറും അവിടെ എല്ലാം ഈ ഒരു സ്റ്റോൺസ് കഴിഞ്ഞിട്ടുള്ള ഏരിയകളൊക്കെ ചെറിയ മെറ്റൽ ചിപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീടിന്റെ സൈഡെല്ലാം തന്നെ സ്പേസ് ഇട്ടിരിക്കുന്നത്. ബാക്ക് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ വൈഡ് ആയിട്ട് തന്നെയാണ് ഏരിയ വരുന്നത്. ഇവിടെ എല്ലാം തന്നെ മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. കിണറിന്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ്, നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. വർക്ക് ഏരിയയുടെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വീടിന്റെ റൈറ്റ് സൈഡ് നമ്മൾ കണ്ടു. നമുക്കിനി ലെഫ്റ്റ് സൈഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് ടൂ വീലർ ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. മതിലിന്റെ ഡിസൈൻ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നിങ്ങൾക്കിപ്പോൾ അകത്തൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം ഫ്ലോർ നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺ ആണ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ബാക്കിലോട്ട് പോകുന്നതോടെ നമുക്കൊരു പാഷ്യോ ഏരിയ കിട്ടുന്നുണ്ട്. നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്നും ഇറങ്ങാനുള്ള ചെറിയൊരു ഡോറും വരുന്നുണ്ട്. അതുകൂടാതെ ഇവിടെയായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയയുടെ മറ്റേ ഡോറ് വരുന്നത്. ഇപ്പോൾ ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ട് ആണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും വരുന്നില്ല, പക്ഷെ ചെറിയൊരു ട്യൂബ് ഫിറ്റിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. രണ്ടായിട്ട് തുറക്കാവുന്ന രണ്ട് പാളിയിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ്. മരത്തിന്റെ വർക്കുകളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലൊക്കെയാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ അകത്തേക്ക് പോവാം. മെയിൻ ഡോർ തുറന്ന് നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലോർ നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള ഒരു ഐവറി ഷെയ്ഡ് ആണെങ്കിൽ പോലും അതിനകത്ത് കുറച്ച് ലൈറ്റ് ഡിസൈനുകളൊക്കെ വരുന്നുണ്ട്. ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് എല്ലാം കൂടെ ഒരു മിക്സ് വരുന്നത് നല്ലൊരു ടൈപ്പ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല വലിയൊരു ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ ലിവിങ്ങിനായിട്ട് കിട്ടിയിരിക്കുന്നത്. ഡോർ തുറന്നിട്ട് നേരെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ആണ് കാണാൻ പറ്റുന്നത്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ കാണാം വാൾപേപ്പർ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. അതുകൂടാതെ PVC പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. മുകളിലും താഴെയൊക്കെ ആയിട്ട് ഷെൽഫ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. TV വെക്കാനുള്ള മെയിൻ പോർഷൻ വന്നിട്ട് നല്ല ബ്ലാക്ക് കളറിൽ ലാമിനേറ്റ് ചെയ്ത ബോർഡാണ് വെച്ചിരിക്കുന്നത്. റൂഫിലേക്ക് നേരെ നോക്കുവാണെങ്കിലും പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ആവശ്യത്തിന് മാത്രം LED സ്ട്രിപ്പുകളും ചെറിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിലെ വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഫ്രഞ്ച് മോഡൽ വിൻഡോസ് ആണ് കിട്ടുന്നത്. അത് നോക്കിയാലും ധാരാളം വിൻഡോകൾ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. ചെറുതും വലുതും ഒക്കെ ആയിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. വിസിറ്റേഴ്സ് റൂമിൽ തന്നെ നമുക്ക് എയർ ഹോൾ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് ചെറിയൊരു സ്പേസ് ഇങ്ങനെ കിട്ടുന്നുണ്ട്. മുകളിൽ ഒരു ചെറിയ സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഭംഗിയുള്ള പ്ലാന്റോ എന്ത് വേണമെങ്കിലും വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഡൈനിങ്ങിന്റെ എൻട്രൻസ് നോക്കിയാലും ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെയാണ് ഒരുപാട് ഓപ്പൺ കബോർഡുകളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ധാരാളം ഇന്റേണൽ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. അതിനിടയിലെല്ലാം തന്നെ ചെറിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഒരു 10 പേരെ വരെ 10 പേരിൽ കൂടുതൽ നമുക്ക് നോക്കാം. ഏറ്റവും ചുരുങ്ങിയത് 10 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നീളത്തിലുള്ള സ്പേസ് ആണ് ഡൈനിങ്ങിനായിട്ട് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. മുകളിൽ ഒരു സ്റ്റെപ്പ് കയറി പോകുന്ന ഒരു ഭാഗം മാത്രം ഡബിൾ ഹൈറ്റഡ് ആണ്. ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകൾ CNC കട്ടിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമാണ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ വരുന്നത്. നമുക്ക് ആ ഒരു CNC കട്ടിങ്ങിന്റെ വർക്ക് അതിന്റെ വുഡൻ പാനലിങ്ങിന്റെ ഉള്ളിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലുള്ള രണ്ട് വർക്കുകൾ നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ ഒരു പോർഷൻ വന്നിട്ട് നിങ്ങൾക്ക് ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ അവിടെ ഏറ്റവും മുകളിൽ നമുക്ക് സ്കൈ ആണ് വിസിബിൾ ആയിട്ടുള്ളത്. പെർഗോള മോഡലിൽ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് താഴേക്ക് വരുന്ന ഭാഗത്ത് നല്ല ഭംഗിയുള്ള ഒരു ക്യൂൻ പിങ്ക് ഷെയ്ഡിലുള്ള ഒരു വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈൻ ആണ് വാൾപേപ്പർ ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. ഒരു സെപ്പറേറ്റ് ഒരു ക്യാബിൻ പോലെ തന്നെയാണ്. അതിനകത്ത് നോക്കിയാൽ കാണാം PVC പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു മിറർ വരുന്നുണ്ട്. ജെറയുടെയാണ് വാഷ് ബേസിൻ. അതിന് താഴെയായിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഏറ്റവും താഴെയായിട്ട് നമുക്ക് ചെറിയൊരു കബോർഡ് ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ സ്പോട്ട് ലൈറ്റും കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ചെറിയ വിൻഡോസും ഡോറുകളും കാണാം. ഈ ഒരു ഡോർ നമുക്ക് തുറന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പാഷ്യോ ഏരിയ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് ടീ കഴിക്കാനും ഒരു മഴയൊക്കെ പെയ്താൽ ആസ്വദിക്കാനും ഒക്കെ നല്ലൊരു ഏരിയ ആണ്. മുകൾ ഭാഗത്തൊക്കെ പോളികാർബൺ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അതിന് താഴെ വരുന്ന ഭാഗം നമുക്ക് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ വലിയ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തായിട്ടാണ് ഇൻവെർട്ടേഴ്സ് ഒക്കെ വയ്ക്കാനായിട്ട് ഏരിയ യൂസ് ചെയ്യാവുന്നത്. ഇവിടെ നമുക്ക് താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കേസ് നിങ്ങൾ കണ്ടു. ഹാൻഡ് റൈൽസ് ഞാൻ പറഞ്ഞു. ബാക്കിയെല്ലാം വരുന്നത് കവർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ആ ഒരു അയൺ മെറ്റീരിയലിൽ തന്നെയാണ്. മുകളിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു ഷോ ലൈറ്റ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഡോർ വന്നിട്ട് ഇതുപോലൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14.9 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ നേരെ വരുമ്പോൾ തന്നെ ഇവിടെ 3 വിൻഡോസ് കാണാം. അതുകൂടാതെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് 4 വിൻഡോസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ചെറുതും വലുതുമായിട്ട് ഏത് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്.
വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ബ്രൗൺ ഷെയ്ഡിലുള്ള വുഡൻ കളർ തന്നെയാണ് മൾട്ടിവുഡിൽ അത് ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി മിറർ കൂടിയാണ് ഇവിടെ വെക്കാനുള്ളത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഒരു സൈഡിൽ കംപ്ലീറ്റ് PVC പാനലിംഗ് ചെയ്തിട്ട് അതിനകത്ത് സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി വരുന്ന ഏരിയകളിലെല്ലാം തന്നെ വുഡൻ ഔട്ട് ഫ്രെയിം ഇട്ടിട്ട് അതിനകത്ത് വലിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറിന്റെ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിൽ നിന്നും ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന വെള്ളമൊന്നും പുറത്തേക്ക് തെറിച്ചു വരില്ല. ജെറയുടെയാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈലാണ് വോളിലും ഫ്ലോറിലും എല്ലാം വിരിച്ചിരിക്കുന്നത്. നല്ലൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് ടൈല് വരുന്നത്. നമുക്കിനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോർ എല്ലാം തന്നെ സെയിം പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ചെറിയ ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് 10x10 ഫീറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിനെ പോലെ തന്നെയാണ് PVC പാനലിംഗ് വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. നല്ല ഒരു ട്രഡീഷണൽ വുഡൻ ഡിസൈൻ തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിൽ നിന്ന് നല്ല ഡീപ്പായി താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിരിക്കുന്നത്. ബ്രൗൺ ആൻഡ് ഒരു ഗ്രേ കളർ തന്നെയാണ് ടൈലുകളുടെ കോമ്പിനേഷൻ വരുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻട്രൻസ് ഇതുപോലെ ഭംഗിയായിട്ട് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. താഴെയൊക്കെ ആണെങ്കിലും PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് മാറ്റ് ഫിനിഷോട് കൂടിയിട്ട് ഒരു ഗ്രേ കളർ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 പേർക്ക് വരെയൊക്കെ നിന്ന് മാനേജ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കിച്ചണിനകത്തുള്ള സറൗണ്ടിങ് ഏരിയാസ് നോക്കുവാണെങ്കിൽ ഫ്ലോർ ടൈല് തന്നെയാണ് ഭംഗിയായിട്ടുള്ള ഒരു ഐവറി ഷെയ്ഡിൽ ഡിസൈൻ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് സ്ലാബ് വന്നിട്ട് വൈറ്റ് കളറാണ്. 3 വിൻഡോസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫേബറിന്റെ ഒരു ചിമ്മിണി കൂടി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിന്റെ ഒരു നമുക്ക് വാർഡ്രോബ്സ് കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വെരി ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്, ഒരു ഗ്രീനും ബ്ലൂവും കൂടിയാണ് നമുക്ക് വരെ മിക്സഡ് ആയിട്ടുള്ള വളരെ ലൈറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറും താഴെ ഒരു ലെയറും ആയിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. കിച്ചണിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് ഏരിയയും ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ള സെയിം ആ ഒരു ഫ്ലോറിംഗ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈല് തന്നെയാണ്. നമുക്ക് ഇവിടെ ആണെങ്കിലും നോക്കിയാൽ കാണാം കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. കിച്ചൺ സ്ലാബ് വരുന്നുണ്ട്. ഇവിടെയും ഒരു സിങ്കും പൈപ്പ് കണക്ഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് സൈഡൊക്കെ ആണെങ്കിലും പോളി കാർബൺ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ട് 2 സൈഡിൽ 2 ഡോറാണ് പിടിപ്പിച്ചിരിക്കുന്നത്. നമ്മളിപ്പോ നേരെ സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വന്ന വഴികളിലൊക്കെ ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലാൻഡിങ്ങിൽ എത്തിക്കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഭംഗിയായിട്ടാണ് വൈറ്റ് കളറിലുള്ള പെബിൾസ് ഇട്ടിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഈ ഒരു ചെറിയ ഹാളിലേക്കാണ്. ആ സമയത്ത് നിങ്ങളൊന്ന് റൂഫിലേക്ക് നോക്കിക്കോളൂ. നമ്മൾ കയറി വന്ന വഴിയിൽ ഭംഗിയുള്ള ഒരു ഷാൻലിയർ ഹാങ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ആ ഭാഗത്തൊരു ഷോ ലൈറ്റ് വരുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം നല്ല രീതിയിൽ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വളരെ ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ഇട്ടിരിക്കുന്നത്. എങ്കിൽ പോലും നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വാഷ് ഏരിയയിൽ നിന്നും കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വാൾപേപ്പർ ചെയ്തിരിക്കുന്ന, അതുപോലെ തന്നെ അതിനെ കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് വരുന്ന ആ ഒരു വർക്ക് നിങ്ങൾ താഴെ നിന്ന സമയത്ത് ഡബിൾ ഹൈറ്റഡ് ആയ ഏരിയ ഞാൻ കാണിച്ചു തന്നിരുന്നതാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ വന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. നമുക്ക് ഇതുപോലൊരു ഷേപ്പിലാണ് കിടക്കുന്നത്. എൽ ഷേപ്പിലാണ്. അവിടേക്കും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടേക്കും കണ്ടിന്യൂ ചെയ്തിട്ടാണ് വഴി വരുന്നത്. നമുക്ക് ആദ്യം തന്നെ സ്റ്റെപ്പ് കയറിയിട്ട് ഈ ഒരു റൈറ്റ് സൈഡിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഇപ്പൊ ലെഫ്റ്റ് സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ബാൽക്കണിയും ഇവിടെ ഒരു ബെഡ്റൂമും കിട്ടുന്നുണ്ട്. ആദ്യത്തെ ഡോറ് ബാൽക്കണിയാണ്. നമുക്ക് അത് തന്നെ ഒന്ന് കണ്ടു നോക്കാം. വലിയൊരു വിശാലമായ ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഭംഗിയായിട്ട് 2ആയിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പോർഷൻ നോക്കുവാണെങ്കിൽ നല്ല റൂം പോലെ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. മുകളിലൊക്കെ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്പുകളും ലൈറ്റുകളും ഒക്കെ ഇട്ട് ആ ഒരു എൻഡിങ്ങിലേക്ക് വരുന്ന നമ്മുടെ ഫ്രണ്ടിലേക്ക് ദർശനമായിട്ട് വരുന്ന ആ ഒരു പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ GA പൈപ്പ് കൊണ്ടാണ് ഈ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കാണുന്ന വോളിൽ സെപ്പറേറ്റ് ഒരു പെയിന്റ് കൊടുത്തിട്ട് നല്ലൊരു വർക്ക് റൗണ്ട് ഷേപ്പിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ ബാൽക്കണി സ്പേസും കിട്ടുന്നുണ്ട്. അത് വളരെ സേഫ് ആയിട്ടാണ് ഹാൻഡ് റെയിൽസ് ഒക്കെ ഇട്ട് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു 8 വില്ലകൾ വരുന്ന പ്രൊജക്ടിനകത്തുള്ള ഒരു വില്ലയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തിയത്. ബാൽക്കണി കണ്ടു തിരിച്ച് നമുക്ക് വീണ്ടും അകത്തേക്ക് പോവാം.
ഈ ഒരു ഡോറാണ് നമ്മളിപ്പോൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയത്. ഈ ഭാഗത്തായിട്ടാണ് മുകളിലത്തെ ഒന്നാമത്തെ ബെഡ്റൂം. ടോട്ടൽ നോക്കുവാണെങ്കിൽ മൂന്നാമത്തെ ബെഡ്റൂം കാണാൻ പോകുന്നത്. 14.9 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് 3 വിൻഡോസ് കാണാം. പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ മൾട്ടിവുഡ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്ട്രേറ്റ് നോക്കുമ്പോൾ കാണുന്നതാണ് വാർഡ്രോബ്. നല്ല ഭംഗിയായിട്ട് വുഡൻ കളർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മിറർ വെക്കാനുള്ള ഒരു വർക്കും കൂടെയാണ് പെയിന്റിംഗ് ഉള്ളത്. റൂഫിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകൾ PVC പാനലിംഗ് വരുന്നുണ്ട്. അതിനകത്തെല്ലാം സ്പോട്ട് ലൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ വലിയ LED ബൾബുകളും അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ LED സ്ട്രിപ്പുകളും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ലൈറ്റ് ബ്ലൂ ആൻഡ് ഗ്രേ കളർ ഷെയ്ഡാണ് ഫ്ലോറിലും ബോർഡിലും ഒക്കെ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ബാത്റൂം നോക്കുവാണെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമുകളെല്ലാം ഒരു പടി താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ മൂന്നാമത്തെ ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കയറി വന്നത്. ഈ ഭാഗത്തായിട്ടാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത്. നാലാമത്തെ ബെഡ്റൂം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 12-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വുഡൻ ആൻഡ് വൈറ്റ് കളറാണ് വാർഡ്രോബിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. നേരെ മുകളിൽ നോക്കുവാണെങ്കിലും സെയിം തന്നെയാണ്. PVC പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിൻഡോസും ഡോറും കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഡോർ തുറന്ന് നമുക്ക് ചെറിയൊരു ബാൽക്കണി ഇവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന വഴി ദർശനമായിട്ടാണ് ഈ കാണുന്ന ബാൽക്കണി ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈൽസ് ചെയ്തിട്ട് അകത്ത് ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു പെയിന്റുമാണ് സറൗണ്ടിങ് ഏരിയയിലെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. മെയിൻ വാർഡ്രോബ് കൂടാതെ ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് വാൾപേപ്പർ ഒക്കെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ റൂമുകളിലും തന്നെ എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു മിറർ വെക്കാനുള്ള വർക്കും കൂടെയാണ് പെയിന്റിംഗ് ഉള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം തൊട്ടടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. ഗ്രേ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമുകളിലൊക്കെ നല്ല ഭംഗിയായിട്ട് മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ വന്നത്. ഈ ഒരു ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. ഈ ഒരു ഭാഗത്തൂടെ നടന്നു വന്നിട്ട് നമ്മളൊരു വലിയ വൈഡ് ഏരിയയിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ വൈഡ് ആയിട്ടും ലെങ്തി ആയിട്ടുള്ള വലിയൊരു ഏരിയ തന്നെ, വലിയൊരു ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റും അതുകൂടാതെ നമുക്ക് ചെറിയൊരു റീഡിംഗ് ടേബിൾ എന്നോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനുള്ള ഏരിയ എന്നൊക്കെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഭംഗിയായിട്ടൊരു വാൾപേപ്പർ ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് മൾട്ടിവുഡിൽ നല്ലൊരു അറേഞ്ച്മെന്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിലും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനും റീഡിംഗ് പർപ്പസിനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ടേബിൾ യൂസ് ചെയ്യാം. അതിന്റെ ആണെങ്കിലും താഴെ ഡ്രോസ് വരുന്നുണ്ട്. മുകളിൽ ക്യാബിനറ്റ്സ് ഒക്കെ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഹാളിന്റെ മുകളിൽ നിങ്ങൾ കംപ്ലീറ്റ് നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടും മാത്രമുള്ള വർക്കുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ കാണാം വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിൽ LED സ്ട്രിപ്പുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് ഈ വർക്കുകൾ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വലിയ ഹാളിൽ നമുക്ക് എയർ ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ട് നമുക്കൊരു ഡോർ ഉണ്ട്. ഇത് തുറന്നാൽ നേരെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് കാണാൻ പറ്റുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടെറസ് വെറുതെ ഓപ്പൺ ടെറസ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി ജംഗ്ഷന് വളരെ അടുത്തായിട്ടാണ്. മെയിൻ റോഡ് ബസ് റോഡിൽ നിന്നും വെറും 650 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4 സെന്റും കുറച്ചുകൂടെ ലാൻഡ് അളവ് കൂടി വരുന്നുണ്ട്. എക്സാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ 4.05 സെന്റ് 4.05 സെന്റ് ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. 2050 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. 2050 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 4 BHK ആണ്. 4 ബെഡ്റൂമുകൾ 4 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ കാർ പോർച്ചിൽ നമുക്ക് കവേർഡ് ആയിട്ടുള്ള റൂഫിന്റെ അണ്ടറിൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. 2 വീലേഴ്സ് വെക്കാനായിട്ട് വേറെയും സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിണർ വെള്ളം അവൈലബിൾ ആണ്. വാട്ടർ കണക്ഷൻ KWയുടെ 2 വാട്ടറിന്റെ സോഴ്സും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. നല്ലൊരു വീടാണ്. ഭംഗിയായിട്ടാണ് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്നത്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 78 ലക്ഷം രൂപയാണ്. 78 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതാണ്. ഇതിന്റെ ലീഗൽ സൈഡ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേപ്പർ വർക്കുകളെല്ലാം നിങ്ങൾക്ക് മാർബിൾ ഹോംസ് തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് ലോൺ ഫെസിലിറ്റിയിൽ വാങ്ങണമെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്.
നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഈ ഒരു വീടല്ല, വേറൊരു വീടാണെങ്കിൽ പോലും അതിന്റെ ലോൺ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോൺ മാത്രം മതിയെങ്കിലും അതും ചെയ്തു തരാനായിട്ട് ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ 78 ലക്ഷം എന്നുള്ള പ്രൈസ് തീർച്ചയായിട്ടും ഞങ്ങൾ വഴി വാങ്ങിക്കുമ്പോൾ നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.